Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ ഗിവേകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi പുതിയതായിട്ട് ഇറക്കിയ രണ്ട് സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ്. Redmi Note 9 Pro അതുപോലെ തന്നെ Redmi Note 9 Pro Max. രണ്ട് ഫോണുകളിലും Snapdragon 720G തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് പ്രോസസ്സർ Adreno 618 എന്ന പ്രോസസ്സർ തന്നെയാണ് രണ്ട് ഡിവൈസുകളിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി 5020 mAhന്റെ ബാറ്ററി കപ്പാസിറ്റിയാണ് രണ്ട് ഡിവൈസുകളിലും വരുന്നത്. രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ 6.67 ഇഞ്ച് തന്നെയാണ്. അവിടെയൊക്കെ യാതൊരു വ്യത്യാസമില്ല. അതുപോലെ തന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അതായത് നമുക്ക് രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരേ സമയം തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പ്ലാഷ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫ് അല്ല. നമ്മൾ വെള്ളത്തിലൊന്നും കൊണ്ടിടാനായിട്ട് പറ്റില്ല. പക്ഷേ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ആവുകയാണെങ്കിൽ, നനയാണെങ്കിൽ ഫോണിന് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഫോണും ടൈപ്പ് സി ചാർജിങ് ആണ്. ആ ടൈപ്പ് സി ചാർജിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നോട്ട് 9 പ്രോയിൽ നമുക്ക് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ പ്രോ മാക്സിലേക്ക് വരുമ്പോൾ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ രണ്ട് ഡിവൈസുകൾക്കും ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളിനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം, രണ്ട് ഡിവൈസുകളുടെ ക്യാമറകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നോട്ട് 9 പ്രോയിൽ 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ചേർന്നാണ് ക്വാഡ് ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം നമ്മൾ നോട്ട് 9 പ്രോ മാക്സിലേക്ക് വരുമ്പോൾ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ, 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് നോട്ട് 9 പ്രോ മാക്സിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെൽഫി ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പ്രോ മാക്സിൽ 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. അതേസമയം നോട്ട് 9 പ്രോയിൽ 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടും ഇൻ ഡിസ്പ്ലേ ക്യാമറ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഡിവൈസുകളിലും സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇറങ്ങുന്ന ഫോണുകളിലാണ് നമ്മൾ ഈ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസർ കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ 6-ലാണെങ്കിലും, അതായത് റിയൽമി 6-ലാണെങ്കിലും റിയൽമി 6 പ്രോയിലൊക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 9 പ്രോയിലും 9 പ്രോ മാക്സിലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് രണ്ട് ഫോണുകളും ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് എന്നീ 3 കളർ ഓപ്ഷൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് പ്രൈസ് വേരിയേഷനിലേക്ക് വരാണെങ്കിൽ നമുക്ക് 4GB വേരിയൻറ്റും 6GB വേരിയൻറ്റും നമുക്ക് അവൈലബിൾ ആണ്. അതിൽ 4GB 64GB വേരിയൻറ്റിന് 12,999 രൂപയാണ് സെയിൽ പ്രൈസ്. അതുപോലെ തന്നെ 6GB 128GB വേരിയൻറ്റിന് 15,999 രൂപയാണ് സെയിൽ പ്രൈസ്. റെഡ്മി നോട്ട് 9 പ്രോ അതുപോലെ തന്നെ Redmi Note 9 Pro Max രണ്ടും സെയിൽ നടക്കുന്നത് ആമസോണിലാണ്. നമുക്ക് Redmi Note 9 Pro Maxൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 6GB 64GB വേരിയൻറ്റിന് 14,999 രൂപയും അതുപോലെ തന്നെ 6GB 128GB വേരിയൻറ്റിന് 16,999 രൂപയാണ് സെയിൽ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ടോപ്പ് എൻഡ്, അതായത് 8GB 128GB വേരിയൻറ്റിന് 18,999 രൂപയാണ് സെയിൽ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ Redmi Note 9 പ്രോയുടെയും Redmi Note 9 Pro Maxൻ്റെ ഒക്കെ അൺബോക്സിങ് വീഡിയോയും മറ്റു വീഡിയോകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ആഴ്ചയും നടത്തുന്ന ഗിവേകളിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.